ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ചില ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിധി പ്രസ്താവന വന്നില്ല എങ്കിൽ എന്താണ് എങ്കിൽ പറയുക അങ്ങ് അട്ടിമറിയായി. തെളിവുകൾ നശിപ്പിച്ചു എന്നും പറയുന്നുണ്ടല്ലോ സാർ. തെളിവുകൾ നശിപ്പിച്ചെങ്കിൽ അവരെ എന്താണ് പിടികൂടാത്തത്? തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് അമേരിക്കയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കാനഡയിൽ വെച്ചിട്ടോ ഒന്നുമല്ല. അതിജീവിത ഒരിക്കൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എന്ത് ചെയ്തിട്ടില്ല, സംശയം ഉന്നയിച്ചിട്ടില്ല. അതിജീവിത ആവശ്യപ്പെട്ട ആളുകളെ എല്ലാം തന്നെ സാക്ഷി വിസ്താരം നടത്തിയിട്ടുണ്ട്. അതിന്റെ നഷ്ടം നമ്മളിപ്പം വല്ലാതെ അതിജീവിതയ്ക്ക് വേണ്ടി നമ്മളെപ്പോഴും നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന്റെ പേരിൽ ദിലീപിനെ പോലെ ഒരു ജനപ്രിയ നടന്റെ 8 വർഷക്കാലം അതിനെക്കുറിച്ച് എന്താണ് ആരും സംസാരിക്കാത്തത്? കാരണം FIRന്റെ ഘട്ടത്തിലോ 164 മൊഴി കൊടുക്കുന്ന സമയത്തോ അതിജീവിത ഒരിക്കൽ പോലും ദിലീപാണ് അല്ലെങ്കിൽ ഗൂഢാലോചനയെ കുറിച്ച് പറയുന്നില്ല. ദിലീപിന്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയെ അദ്ദേഹത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത് ഇറക്കിയ ആരാണ്? മഞ്ജു വാര്യർ. ആരാണ് മഞ്ജു വാര്യർ? മുൻ ഭാര്യ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് എന്തുണ്ട്? ദിലീപ് ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാ ആളുകളും ഇപ്പം കമന്റിലാണെങ്കിലും എല്ലായിടത്തും അവൾക്കൊപ്പം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ഒരു നീതി ലഭിച്ചിട്ടില്ലേ? ഇതിന്റെയൊക്കെ തുടക്കം ഒരു ഡിവോഴ്സിൽ നിന്നാണ്. തീർച്ചയായിട്ടും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം. ഇപ്പോൾ ദിലീപ് കേസാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഫുള്ള് ആ ഒരു ചർച്ചയിലാണ്. ഇതിനകത്ത് എനിക്ക് സംശയമുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കേസ് പെട്ടെന്നൊന്ന് അട്ടിമറിക്കാൻ പറ്റുമോ? കാരണം 8 വർഷത്തോളം എടുത്തു ഇതിൻ്റെ ഒരു വിചാരണയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു കേസ് അട്ടിമറിക്കാൻ പറ്റുമോ? എന്താണ് അട്ടിമറിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവിടെ ഇത് പബ്ലിക്കായിട്ട് നടന്ന കാര്യങ്ങളല്ലേ? ആരും ഈ സമയത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അട്ടിമറിക്കപ്പെട്ടു എന്ന്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ചില ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിധി പ്രസ്താവന വന്നില്ല എങ്കിൽ എന്താണ് എങ്കിൽ പറയുക അങ്ങ് അട്ടിമറിയായി. ഇനി തിരിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ചോദ്യങ്ങളൊന്നും. അപ്പൊ കുറെ ആളുകൾ ഇപ്പൊ ദിലീപിന്റെ ഫാൻസ് വന്ന് പറഞ്ഞത് എന്താണ്? ദിലീപിനെ ഈ കേസിലേക്ക് പെടുത്തി എന്ന് പറഞ്ഞതിന് നമ്മുടെ നാട്ടിലൊരു നീതിന്യായ സംവിധാനമുണ്ട്. അപ്പൊ നീതിന്യായ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധി പ്രസ്താവന പാടുള്ളൂ. തെളിവുകൾ നശിപ്പിച്ചു എന്നും പറയുന്നുണ്ടല്ലോ സാർ. തെളിവുകൾ നശിപ്പിച്ചെങ്കിൽ അവരെ എന്താണ് പിടികൂടാത്തത്? തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് അമേരിക്കയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കാനഡയിൽ വെച്ചിട്ടോ ഒന്നുമല്ല. ഇവരാരോപിക്കപ്പെടുന്നത് ഈ പറയുന്ന എറണാകുളം നഗരത്തിൽ ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാൽച്ചുവട്ടിലും അല്ലെങ്കിൽ കൺമുമ്പിലുമാണ് തെളിവ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതെന്താണ് പിടിക്കാത്തത്? ഇവിടെ ആളുകൾക്കനുസരിച്ച്, അതായത് നമുക്ക് തോന്നുന്ന രീതിയിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ കുറെ ആളുകൾ തന്നെ വിചാരണ നടത്തി. കുറെ ആളുകൾ തന്നെ എന്ത് ചെയ്തു? വിധി പ്രസ്താവന എഴുതി വെച്ചു. പക്ഷെ വിധി പ്രസ്താവന വന്നപ്പോൾ ദിലീപിനെ നിരപരാധിയാണെന്ന് വിട്ടു. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും തങ്ങൾ ഇത്രയും ചെയ്ത ജോലി വെറുതെ ആയെന്നുള്ളത് കൊണ്ട് അവർക്ക് വല്ലാത്തൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ സംഭവിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു വിധമായ കാര്യവുമില്ല. ഇവിടെ അതിജീവിത ഒരിക്കൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എന്ത് ചെയ്തിട്ടില്ല, സംശയം ഉന്നയിച്ചിട്ടില്ല. അതിജീവിത സ്പെഷ്യൽ ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കേസിന് വേണ്ടി വിട്ടിട്ടുണ്ട്. അതിജീവിത ആവശ്യപ്പെട്ട ആളുകളെ എല്ലാം തന്നെ സാക്ഷി വിസ്താരം നടത്തിയിട്ടുണ്ട്. ഇവിടെ ആ കാര്യങ്ങൾ, അതായത് അതൊന്നും തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ കോടതി വിധി എതിരായി എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? കുറ്റം ചെയ്തവരെയൊക്കെ തന്നെ കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? കുറ്റവാളികളെന്ന് പറഞ്ഞാൽ വിധിച്ചിട്ടും അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം എന്ത് ചെയ്യപ്പെട്ടു? ടാർഗറ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ നഷ്ടം നമ്മളിപ്പം വല്ലാതെ അതിജീവിതയ്ക്ക് വേണ്ടി നമ്മളെപ്പോഴും നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ആരും അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടെന്ന് ആരും പെടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ പേരിൽ ദിലീപിനെ പോലെ ഒരു ജനപ്രിയ നടന്റെ 8 വർഷക്കാലം അതിനെക്കുറിച്ച് എന്താണ് ആരും സംസാരിക്കാത്തത്? ഇതിപ്പോ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ആരും സംസാരിക്കുന്നില്ല. പക്ഷെ ദിലീപ് ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാ ആളുകളും ഇപ്പം എന്താ പറയാ പറയുന്നത്. കമന്റിലാണെങ്കിലും എല്ലായിടത്തും അവൾക്കൊപ്പം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ഒരു നീതി ലഭിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ദിലീപ് സ്വന്തമായിട്ടാണോ ഈ കേസ് അന്വേഷിച്ചത്? അല്ല. ദിലീപ് സ്വന്തമായിട്ടാണോ ഈ കുറ്റപത്രം ഉണ്ടാക്കിയത്? ദിലീപ് സ്വന്തമായിട്ടാണോ ട്രയൽ നടത്തിയിട്ടുള്ളത്? അല്ല. ഇവിടെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൗരന്മാരെ പോലെ ഇന്ത്യയിലെ ഒരു പൗരനാണ് ദിലീപ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി, അക്യൂസ്ഡ് ആയിട്ട് രേഖപ്പെടുത്തി, അദ്ദേഹത്തിനെതിരെ ഒരു FIRൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തെ 84 ദിവസം ജയിലിലടച്ചു, തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം കോടതി തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു, അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം കൊടുത്തു, അദ്ദേഹത്തിനെതിരെ ട്രയൽ നടത്തി, അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനുള്ള അവസരം അദ്ദേഹം ഉപയോഗിച്ചു. അതിജീവിതയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു, സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. അതിനുശേഷം കോടതി 8 വർഷങ്ങൾക്ക് ശേഷം
ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ജഡ്ജ്മെന്റിലേക്ക് വരുന്നു. അപ്പോൾ ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു, കോടതി അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിലെന്തിനാണ് ഇത്ര ശോഭിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അംഗീകരിക്കണം. ഒരു നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാ ഘട്ടങ്ങളിലൂടെയും നിയമപരമായിട്ട് മാത്രമാണ് ദിലീപ് കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ ദിലീപ് സ്വന്തമായിട്ട് കയറി കോടതി ഉണ്ടാക്കി ശിക്ഷ വിധിച്ചതോ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളതല്ല. അല്ലെങ്കിൽ ദിലീപ് ഏതെങ്കിലും ഓടിളകി വന്ന് എന്ത് ചെയ്തതല്ല, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞതല്ല. അപ്പോൾ ദിലീപ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാ പ്രൊസീജറും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അദ്ദേഹം നിരപരാധിയാണെന്ന് വിധിക്കുകയും ചെയ്യുമ്പോൾ അതിനെന്തിനാണ് ഇത്ര ശോഭിക്കുന്നത്? എന്തിനാണ്? ദിലീപിന്റെ അഡ്വക്കേറ്റ് സംസാരിച്ചതിനകത്തുനിന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് FIR കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്നുള്ളത് അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ കുറെ ആൾക്കാർ ഇതിന്റെ ഇടയിൽ കളിച്ചതായിട്ട് തോന്നുന്നുണ്ട്. അത് സിനിമാ മേഖലയിൽ തന്നെ പെടുന്ന ആൾക്കാരായിട്ട് അല്ല, വ്യക്തമാണല്ലോ. ദിലീപ് ഇന്ന് തന്നെ ആ കാര്യം വ്യക്തമാക്കി പറഞ്ഞല്ലോ. ആരാണ്? മഞ്ജു വാര്യർ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷമാണ് എന്ന് ദിലീപ് തന്നെ കോടതിയുടെ മുമ്പിൽ പത്രമാധ്യമങ്ങളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഞാൻ കരുതുന്നത് അതൊരു ഗൂഢാലോചനയാണെന്ന് തന്നെയാണ്. കാരണം FIRന്റെ ഘട്ടത്തിലോ 164 മൊഴി കൊടുക്കുന്ന സമയത്തോ അതിജീവിത ഒരിക്കൽ പോലും ദിലീപാണ് അല്ലെങ്കിൽ ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നില്ല. അതിനുശേഷം ദർബാർ ഹാളിൽ എന്ത് ചെയ്യുന്നു, നടിമാരുടെ എന്ത് ചെയ്യുന്നു, ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കപ്പെടുകയും അതിവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദിലീപിൻ്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയെ അദ്ദേഹത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത് ഇറക്കിയാരാണ്? മഞ്ജു വാര്യർ. ആരാണ് മഞ്ജു വാര്യർ? മുൻ ഭാര്യ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് എന്തുണ്ട്? അങ്ങനെ വേണമെങ്കിലും കരുതാമല്ലോ. അപ്പോൾ അതിനുശേഷം അതിനെയാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം വളരെ ദുർബലമാണ്. കാര്യം ഇതിലേക്ക് ഒരു തെളിവായിട്ട് അവർ പറയുന്നത് എന്താണ്? വളരെ ബാലിശമായ ചില വാദങ്ങളാണ്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസും ദിലീപ് ഈ കേസിലുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഒരു കൃത്യമായ സാക്ഷിമൊഴികൾ, ആകെ സാക്ഷിമൊഴിയായിട്ട് പിന്നീട് ഒരു ബാലേന്ദ്രകുമാറിനെ കൊണ്ടുവന്നു. പക്ഷെ അതിന് യാതൊരു വിധമായ യാഥാർത്ഥ്യമില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം ഇരുന്നു റോഡിൽ വണ്ടിക്കകത്തിരുന്ന് ഒരാളെ എന്ത് ചെയ്യുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥനെ ലോറി കയറ്റി കൊല്ലുന്നു, ബസ് കയറ്റി കൊല്ലുന്നു, ഒക്കെ ചുമ്മാ അതൊക്കെ ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ അത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ ബാലചന്ദ്രകുമാർ സംസാരിച്ചിരുന്ന ആ സമയത്ത് ഒരുപാട് പേര് ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഒതുക്കലിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ബാലേന്ദ്രകുമാറിനെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ മൊഴി കൊണ്ട് മാത്രം കാര്യമില്ല, അതിന് തെളിവ് കൂടെ വേണ്ടേ? അപ്പോൾ മൊഴി കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. നമ്മുടെ നാട്ടിൽ ഒരു കുറ്റത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പരാതിക്കാരൻ്റെ മൊഴിയെടുത്ത് ഒരാളെ പ്രതി ചേർക്കാനും അദ്ദേഹത്തിൻ്റെ മൊഴി അനുസരിച്ച് കേസെടുക്കാനുമുള്ള റൈറ്റ്സ് പോലീസിനുണ്ട്. പക്ഷേ കേസെടുത്തു കഴിഞ്ഞാൽ പോലീസാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെളിവ് ആവശ്യമാണ്. അപ്പോൾ ഈ തെളിവുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബെനിഫിറ്റ് ആർക്കാ? ദിലീപിനല്ലേ? എന്ത് ബെനിഫിറ്റാണ് ദിലീപിന്? പൾസർ സുനിക്ക് എന്തായിരുന്നു അതിന് ബെനിഫിറ്റ് ആയിട്ടുള്ളത്? പൾസർ സുനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പൾസർ സുനിക്ക് മുൻപും എന്താണ് മലയാളത്തിലെ മേനക ഉൾപ്പെടെ സിനിമാ താരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സമാനമായിട്ടുള്ള കുറ്റകൃത്യം. അവർ അതിനകത്ത് ആർക്കാണ് ബെനിഫിറ്റ്? ദിലീപിനാണോ? അപ്പോൾ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ കടന്നുകൂടി ഒരു ഇത്തിൽ കണ്ണിയെ പോലെ കുറ്റകൃത്യങ്ങളും അതോടൊപ്പം തന്നെ ക്രിമിനൽ ആക്ടിവിറ്റിയും നടത്തിയ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് പൾസർ സുനി. അപ്പോൾ അദ്ദേഹം മുൻപ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയം പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബെനിഫിറ്ററി എന്ന് പറയുന്നത് ഒരിക്കലും ദിലീപ് ആകുന്നില്ല. കാരണം ദിലീപ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളിൽ എന്താണ് ഇത്തരത്തിൽ അതായത് ഒരു പുതിയൊരാളെ കൊണ്ടുവന്നല്ല ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കത്തുള്ളല്ലോ. അപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി, പൾസർ സുനി പോലും പിന്നീടാണ്, തുടക്കത്തിൽ പൾസർ സുനി അറസ്റ്റ് ചെയ്തപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞു ഇല്ല. പൾസർ സുനി ഒരു കത്തയച്ചു എന്നാ പറഞ്ഞത്. ഇവിടെ ജയിലിൽ നിന്ന് കത്തയച്ച അതൊക്കെ ഇപ്പോൾ ജയിൽ അധികൃതർ കാണാതെ ഏത് കത്താ പുറത്തു വിടാൻ പറ്റുന്നേ? ദിലീപ് ഏട്ടാന്നൊരു കത്ത്. ഇതൊക്കെയാ തെളിവായിട്ട് പറയുന്നത്. ഇതേ പൾസർ സുനിയെ റിമാൻഡ് ചെയ്തു, ഇതേ പൾസർ സുനിയെ കസ്റ്റഡിയിൽ എടുത്തു, ഇതേ പൾസർ സുനിയെ കൊണ്ട് തെളിവെടുപ്പിച്ചു. അപ്പോഴൊന്നും എന്താ പൾസർ സുനിക്ക് മിണ്ടാട്ടമില്ലാഞ്ഞത്? ഇതുപോലെ തന്നെയല്ലേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ബിജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറ്റിയപ്പോൾ പോലും പ്രതിഷേധം ഉയർന്നപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും അദ്ദേഹത്തെ ഈ കേസിൻ്റെ ചുമതലയിൽ തന്നെ ഉൾപ്പെടുത്തി. ഒരിക്കൽ പോലും അതിജീവിത അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എന്ത് ചെയ്തിട്ടില്ല? മാറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാൻ ഗവൺമെന്റ്, അക്കാര്യത്തിൽ നമ്മൾ ഗവൺമെന്റിനെ കൂടി അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അങ്ങനെ മാറ്റിയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്കൊരു കാരണം പറയായിരുന്നു. എന്തുവാണ്? ദിലീപിന്റെ പണത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? അതായത് ദിലീപിന്റെ സ്വാധീനത്തിനും ഇവിടെ ഒരാളുടെ സ്വാധീനമൊന്നും ഇല്ല. ഇതെല്ലാം വളരെ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. വളരെ നാച്ചുറലായിട്ടാണ് എന്ത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദിലീപ് ആരെങ്കിലും മനഃപൂർവ്വം 8 വർഷം മാറി നിൽക്കുമോ? ദിലീപിന് വേഗത്തിലാക്കാൻ വേണ്ടി ദിലീപിന് പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ.
ഇത് വളരെ ഈ ബോധപൂർവ്വം ഗോൾഡും പണവും തന്നെ ഉപയോഗിക്കായിരുന്നു. തീർച്ചയായിട്ടും ആ 8 വർഷത്തിന് ശേഷം അതിൻ്റെ എന്തിനാണ് തുടക്കത്തിൽ അട്ടിമറിച്ചാൽ പോലായിരുന്നു കേസ് അട്ടിമറിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്. ദിലീപ് എന്ന് പറയുന്ന കേരളത്തിലെ ജനപ്രിയനായ ഒരു നടനെ കൃത്യമായിട്ട് സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തണം. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചില ആളുകളുടെ അജണ്ട, വൈരാഗ്യം എന്ത് ചെയ്യണം? നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. ഒരു ഗൂഢാലോചന അവിടെ നടന്നു. അപ്പോൾ അതിന് എന്ത് ചെയ്യപ്പെട്ടു? ഈ ഒരു വളരെ മോശപരമായ ഒരു അവസ്ഥയാണ്. കാര്യം എന്താണ്? നമ്മുടെ നാട്ടിൽ ഇനിയും അത് ആവർത്തിക്കരുത്. കാര്യം മറ്റൊരാൾ നടത്തിയ ഒരു കുറ്റകൃത്യത്തിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു? വലിച്ചിടുന്നു. അതിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ എല്ലാവരും എല്ലാവരും സിനിമാ സംഘടനകൾ ദിലീപിനെ കൈയൊഴിഞ്ഞു. ഫാൻസ് അസോസിയേഷനുകൾ കൈയൊഴിഞ്ഞു. ദിലീപ് കഴിഞ്ഞ് 8 വർഷമായി മാറി നിൽക്കുകയാണ്. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്നെല്ലാം മാറി. അതിനെ എന്താണ് ആരും പറയാത്തത്? എന്തുകൊണ്ടാണ് ആരും അവനൊപ്പം എന്ന് പറയാത്തത്? ഈ 8 വർഷം ദിലീപ് അനുഭവിച്ച ശാരീരികവും മാനസികവും അല്ലെങ്കിൽ എന്താണ് സാമ്പത്തികവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്താണ് ചർച്ച ചെയ്യാത്തത്? ഇവിടെ അതിജീവിതയ്ക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് റൈറ്റ്സ് ഉള്ളത്. അതിജീവിത റൈറ്റ്സ് പാലിക്കപ്പെടണം. അതിജീവിതയെ ആക്രമിച്ചിട്ടുള്ളവരെ എന്ത് ചെയ്യണം? നിയമം കടുത്ത ശിക്ഷ കൊടുക്കണം. ഇനി ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അവരെയും എന്ത് ചെയ്യണം? ശിക്ഷിക്കണം. ആർക്കും ഇതിൽ തടസ്സമില്ല. എന്നതിൻ്റെ പേരിൽ തെളിവില്ലാതെ ഇപ്പോൾ കോടതി ഒരാളെ വെറുതെ വിട്ട ശേഷവും അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി ആരാണ് ഇനിയും ഇന്റർനാഷണൽ കോർട്ട് ഫോർ ജസ്റ്റിസ് അംഗീകരിക്കണോ ഇനിയും? അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഇലക്ഷൻ നടത്തണോ? ദിലീപ് കുറ്റം ചെയ്യണോ? ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെയൊക്കെ തുടക്കം ഒരു ഡിവോഴ്സിൽ നിന്നാണോ? തീർച്ചയായിട്ടും അതാണല്ലോ തുടക്കവും. അതോടൊപ്പം തന്നെ എനിക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഒരു മാന്യത, ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടും ദിലീപിന് ഒരുപാട് കാര്യങ്ങൾ പറയാമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കാര്യം എല്ലാ ഗോസിപ്പുകളും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രിയിലും എല്ലാം എന്താണ് അങ്ങാടിപ്പാട്ടുമാണ്. പക്ഷെ ദിലീപ് വളരെ എന്ത് ചെയ്തു? ഇന്ന് മാത്രമാണ് ദിലീപ് പറഞ്ഞത്. അത് ഒരു വാക്കിൽ എന്ത് ചെയ്തു? ഒതുക്കി. അതല്ലാതെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് പറയാനും അല്ലെങ്കിൽ ഈ പറയുന്ന മൊഴി മാറ്റി പറയാനും ദിലീപ് സമ്മർദ്ദപ്പെടുത്തണമെങ്കിൽ എന്താണ് മഞ്ജു വാര്യരെ അല്ലായിരുന്നോ എന്ത് ചെയ്യേണ്ടത്? മൊഴി പറയാൻ സമ്മർദ്ദപ്പെടുത്തേണ്ടത്. കാര്യം ദിലീപിൻ്റെ അവരുടെ കുട്ടി ഇപ്പോഴും എന്താണ് ദിലീപിനൊപ്പമല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദപ്പെടുത്തണം അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേനല്ലോ. ദിലീപ് അവിടെ ശ്രമിച്ചിട്ടില്ലല്ലോ. അവർക്കും അങ്ങനെ ഒരു പരാതിയില്ല. അപ്പോൾ ദിലീപിൻ്റെ സാക്ഷി മാറിയെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്ന് കാവ്യമാധവൻ, കാവ്യമാധവൻ്റെ അമ്മ, അല്ലെങ്കിൽ എന്താണ് അപ്പോൾ ദിലീപിൻ്റെ ഡ്രൈവർ. സ്വാഭാവികമായിട്ട് ദിലീപിനോടൊപ്പം ഉള്ളവർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പ്രോസിക്യൂഷൻ്റെ ഒരു സാക്ഷിയെയും എന്ത് ചെയ്തിട്ടില്ല, മൊഴി മാറ്റിയിട്ടില്ല. നമ്മൾ വെറുതെ എന്ത് ചെയ്യുകയാണ്? ആളുകൾ പറയുന്നു സാക്ഷികളെല്ലാം മാറിപ്പോയി. എവിടെയായിരുന്നു അന്വേഷണ സംഘം? എന്തുകൊണ്ട് സാക്ഷികൾ മാറിയപ്പം അവർക്കെതിരെ കേസെടുത്തില്ല? സുപ്രീം കോടതി വിധികളുണ്ടല്ലോ. 164 സാക്ഷികൾ എന്ത് ചെയ്യപ്പെടരുത്, മൊഴി മാറ്റി പറഞ്ഞാൽ അവർക്കെതിരെ എന്ത് ചെയ്യാം? കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഗുജറാത്ത് കലാപത്തിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകളിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുകളുണ്ടല്ലോ. അപ്പം അതൊന്നും ചെയ്യാതെ ഇപ്പോൾ വിധി വന്ന് ഇനി എന്താണ്? ഇനി വീണ്ടും അടുത്ത എല്ലാവരും പറഞ്ഞു അടുത്ത ഹൈക്കോടതിയിലേക്ക് പോയാൽ വീണ്ടും ഇനി ദിലീപിന് എവിടെ? അത് പോക്കോ ആരെങ്കിലും ഇവിടെ തടയുന്നു? അവർ പോകട്ടെ. പോയിട്ട് അയാൾ കുറ്റക്കാരനാണെന്ന് വിധി വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും കുറ്റക്കാരനാണെന്ന്. നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥ പ്രകാരം എന്താണ്? ദിലീപ് നിരപരാധിയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതിപ്പം എനിക്കോ മറ്റൊരാൾക്കോ അതല്ല ഇഷ്ടമെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യം അതല്ലായിരുന്നു, അല്ലെ എൻ്റെ താല്പര്യം ഇതായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സംഘടനയുടെ താല്പര്യം ഇതായിരുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു വിധമായ അർത്ഥവുമില്ല. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ ഒരു നിയമപാലിച്ച ഉറപ്പ് നൽകുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഒരേ ഒരു സംവിധാനമാണ്. അതായത് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശമാണ്. ആ അവകാശത്തിൽ ഒരാൾ ഒരു കുറ്റാരോപിതനായാൽ അദ്ദേഹത്തിന് എന്താണ്? ഒരു പ്രൊസീഡിങ്സിലൂടെയാണ് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ കഴിയത്തുള്ളൂ. ആ പ്രൊസീഡിങ്സിലൂടെ മാത്രമാണ് ദിലീപ്, എനിക്കൊന്നും സാധാരണ ഇങ്ങനെയുള്ള കേസുകളൊക്കെ 1-2 വർഷം കൊണ്ട് വിധി പറയുന്നത് 8 വർഷക്കാലം എന്ന് പറയുന്ന ഒരു വലിയ സമയം. എന്തൊക്കെ ഇത്തരത്തിലുണ്ടായിരുന്നു. ഇനിയിപ്പം ചാനൽ ചർച്ചകളിൽ ഇരിക്കുന്നവർ എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവരുന്നവരുണ്ട്, അല്ലെ ചാനൽ മുറികളിൽ ഇരുന്ന തെളിവ്. ഇവരൊക്കെ എവിടെയായിരുന്നു സാർ? ഇവിടെയൊക്കെ വന്ന് പറയണമായിരുന്നു. ഈ ഇതിൻ്റെ ഇടയിൽ ഈ ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കുമാണ് ഇത് ഒരുപാട് ചാനൽസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കുറേ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ടിവിയുടെ കുറേ ഞാൻ നോക്കിയപ്പോൾ ഡ്രോണിന്റെ വിഷ്വലൊക്കെ അത് പറയുന്നത് അതിന്റെ കമന്ററി പോലെ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇനി ഈ കാറിൽ ദിലീപ് തിരിച്ചു വരുമോ എന്നുള്ളത് അറിയില്ല, തീവണ്ടി പോകുന്നു, ദിലീപ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താണ് ചാനൽ റേറ്റിംഗ് കൂട്ടിക്കോട്ടെ. പക്ഷേ അവരൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ എളുപ്പരായി മാറിയില്ല. അതായത് ഇതൊരു PR ആണോ? അതായത് ഇത് PR കൊടുക്കുന്നതാണോ? അല്ല, PR എന്നല്ല, ഇത് പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് തെളിവില്ലാതെ പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഒരു ഇൻറ്റൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്.
അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഇപ്പോൾ അയാൾ ഇവിടുന്ന് നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എവിടെയെങ്കിലും മാറി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഡ്രോണോ വിമാനമോ റോക്കറ്റോ ഒക്കെ വിട്ടോ? വീടിന്റെ അകത്തേക്കൊക്കെ പോയിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി അയാൾ കോടതിയിലേക്ക്, അയാൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക ഒരു ഇതല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പീഡനം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചാനൽ റൂമുകളെല്ലാവരും ലൈവായിട്ട് എന്ത് ചെയ്യുകയാണ്. ഇപ്പം ദിലീപ് ശിക്ഷിക്കപ്പെടുവാണെങ്കിൽ ഇപ്പം അതിനുവേണ്ടിയുള്ള വാർത്തകൾ വരെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പലരും. പക്ഷെ അവരൊക്കെ നിരാശരായി. ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ കമന്റും കാര്യങ്ങളൊക്കെ വന്നതിന്റെ കൂട്ടത്തിൽ വന്ന അതിജീവിതയും ദിലീപുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ കുറെ, അതായത് ആളുകൾ കുറെ കാര്യങ്ങൾ ഇതിനെ കെട്ടിച്ചമച്ച് ഇങ്ങനെ വിടുന്നുണ്ട്. ഇതിനകത്തൊക്കെ എത്രത്തോളം സത്യമുണ്ട്, ഇതൊക്കെ കേരളത്തിന്റെ പ്രശ്നമായിട്ട് മാറി. പ്രധാനമായിട്ടും ഇതൊരു രണ്ട് സെലിബ്രിറ്റികൾ, ഒരു സെലിബ്രിറ്റി ലോകത്ത് മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരു വളരെ സ്റ്റാർ വാല്യൂ ഉള്ളൊരു സിനിമാ മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എനിക്കോ ചിത്രയ്ക്കോ ഒന്നുമില്ലാത്ത പരിവേഷമുള്ള ആളുകളാണ് ഈ പറയുന്ന അതിജീവിതയായാലും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ദിലീപായാലും അല്ലെങ്കിൽ ഇതിൻ്റെ സാക്ഷികളായാലും സ്വാഭാവികമായിട്ടും പൊടിപ്പും തൊങ്ങലും ഒക്കെ എന്ത് ചെയ്യപ്പെടും, നിർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുന്നിൽ വരുന്ന വസ്തുതകൾ, തെളിവുകൾ, സാക്ഷിമൊഴികൾ, ആ കാര്യങ്ങളിലൂടെ മാത്രമേ കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വിധി പ്രസ്താവന നടത്താൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഭാഗ്യമായിട്ട് ഡ്രോൺ പോയതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, വിധി പ്രസ്താവന മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ നേരത്തെ നടത്തിയപ്പോൾ സാക്ഷിമൊഴികളെല്ലാം എന്താണ് അയാൾക്ക് അനുകൂലവും അതിൻ്റെ പേരിൽ എന്താണ് വാർത്തകളുടെ പേരിലൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, വിധി പ്രസ്താവന നടത്താൻ കഴിയില്ല. വിധി പ്രസ്താവന നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തെളിവുകൾ വേണം. തെളിവുകളെല്ലാം ദിലീപിന് എതിരായ തെളിവുകളില്ല, അതുകൊണ്ടാണ് അവരെ വെറുതെ വിട്ടത്. കോടതി മറ്റുള്ളവർക്കെതിരെ തെളിവുണ്ട്, ആ തെളിവുകൾ എന്തുണ്ട്, സ്വാഭാവികമായിട്ടും ഇവിടെ തെളിവായിട്ട് കൊണ്ടുവന്ന എന്താണ്, ഒരാൾ ഒരു ദിവസം ഫോൺ ഓഫാക്കിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഒരു കേസിൽ പ്രതിയാകുമോ? ഇതിനകത്ത് ഭാമയും ബിന്ദു പണിക്കരും ഇത് സാക്ഷിമൊഴി മാറ്റിയപ്പോഴേക്കും ആണ് കുറെയൊക്കെ ആളുകൾക്ക് സംശയം എന്നുള്ള രീതിയിലേക്കൊക്കെ വന്ന് തുടങ്ങി. സാക്ഷിമൊഴികൾ അവരിന്ന് ഈ പറയുന്ന പൈസ കൊടുത്തിട്ടാണ് അത് ചെയ്തത് എന്നുള്ള അവർ തന്നെ ചാനലിന് മുമ്പിലേക്ക് ഇന്ന് വന്ന് പറഞ്ഞല്ലോ. അവർക്ക് അറിയാവുന്ന കാര്യമല്ല പറയാൻ പറ്റൂ. അവർക്ക് അറിയാവുന്ന ബോധ്യമുള്ള അവരിന്നും ആ വിധി ന്യായത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം സാക്ഷികളെ ആഡ് ചെയ്യുന്നത് ആരാണ്? പ്രോസിക്യൂഷൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ വിക്ടിമിന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അക്യൂസിന് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സാക്ഷികൾ അവർക്കറിയാവുന്ന വസ്തുതയല്ല പറയാൻ കഴിയൂ. അല്ലെങ്കിൽ അവർ ഇന്ന പോലെ ഇത് ചെയ്യാൻ വേണ്ടി കള്ളസാക്ഷി പറയാൻ പറയൂ, പറ്റുമല്ല. അവർക്ക് ബോധ്യമുള്ള കാര്യം പറയാം. അങ്ങനെ അവർ സാക്ഷി കൂറ് മാറ്റിയായിരുന്നെങ്കിൽ അവർ കേസ് എടുക്കണമായിരുന്നു. അവർക്കെതിരെ, ബിന്ദു പണിക്കർക്കെതിരെയും ഈ ഭാമയ്ക്കൊക്കെ എതിരെ എന്ത് ചെയ്യണമായിരുന്നു, കേസ് എടുക്കണമായിരുന്നു. എന്തുകൊണ്ട് കേസ് എടുത്തില്ല? കാരണം അവർക്കിപ്പോൾ ഒരു കേസിലേക്ക് ഒരാൾ ഉൾപ്പെട്ട് അയാൾ സാക്ഷി എങ്ങനെ പറയണമെന്ന് സാക്ഷി തന്നെ തീരുമാനിക്കുന്നത്, അല്ലാതെ എന്തില്ല, പ്രോസിക്യൂഷൻ പറയുന്ന പോലെ ഒന്നും സാക്ഷി പറയണമെന്ന് നിയമമില്ല. അയാൾ കണ്ട കാര്യം അല്ലെ അയാൾക്ക് അറിയാവുന്ന കാര്യം വന്ന് എന്ത് ചെയ്യുന്നു, കോടതിക്ക് മുമ്പാകെ പറയുന്നു. അത് നിർഭയത്തോടു കൂടി പറയണമെന്നാണ് കോടതി എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോടതിയിലേക്ക് ഒരാൾ വരുമ്പോൾ അയാളെ കൊണ്ട് എന്താണ് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സത്യം മാത്രമേ പറയുള്ളൂ എന്ന് അവരെ കൊണ്ട് അക്നോളജ്മെന്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാക്ഷിക്കൂട്ടിലേക്ക് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാക്ഷി പറയുന്നതിന് എന്താണ്, അപ്പോൾ അതിലെന്തെങ്കിലും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാമായിരുന്നു. ഒരു കേസെടുത്തിട്ടില്ല. ഇവിടെ ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇതൊക്കെ വെറുതെ എന്ത് ചെയ്യുവാണ്. ഇനി കുറേ ആളുകൾ എന്ത് ചെയ്യും, കുറേ ദിവസത്തേക്ക് എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് അങ്ങ് വല്ലാതെ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി ഫർദർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു കേസിന്റെ ഫർദർ കാര്യങ്ങൾ? അതിജീവിതയ്ക്കോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതിയിൽ പോകാം, അവിടെ നിന്നല്ല സുപ്രീം കോടതിയിൽ പോകാം. ദിലീപിനാണെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഉണ്ടായ കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള ഈ FIR-നെതിരായിട്ട് എന്ത് ചെയ്യാം, ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകാം. അതിനുശേഷം എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെതിരെ കോമ്പൻസേഷൻ ആവശ്യപ്പെടാൻ സാധിക്കും. അദ്ദേഹത്തിനുണ്ടായ വലിയ കരിയർ നഷ്ടം, അതിന് എന്ത് ചെയ്യാൻ കഴിയും, ഇപ്പോൾ കേസിന് പോകാൻ സാധിക്കും. ഡിഫാക്ടോ കംപ്ലയിൻറ്റ് ഉൾപ്പെടെ, അതായത് എതിർകക്ഷിക്ക് ഉൾപ്പെടെ എന്ത് ചെയ്യാൻ കഴിയും, കേസിന് പോകാനുള്ള റൈറ്റ്സ്, സിവിലും ക്രിമിനലുമായിട്ടുള്ള റൈറ്റ്സ് എന്തുണ്ട്, ദിലീപിനുണ്ട്. കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ദിലീപിന് ആവശ്യപ്പെടാം. അങ്ങനെ പല പല കാര്യങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. ഇവിടെ ഒരാൾക്ക് എന്തല്ല, ദിലീപ് എന്തല്ല, ഈ ദിലീപ് പാകിസ്ഥാനിൽ നിന്നൊന്നും കയറി എന്ത് വന്ന ആളല്ല, വന്നിട്ടുള്ള ആളല്ല. അയാൾ ഇവിടുത്തെ പൗരനാണ്. അയാൾക്ക് റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അയാൾക്ക് എന്തുണ്ട്, കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലാതെ സിനിമാ സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ഇവിടെ ഇരുന്നാലും ചില്ലുകൂടുകളിൽ ഇരുന്ന് അവർക്ക് ഇതില്ല അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്. അയാളുടെ ഭാഗം അയാൾ ഇപ്പോൾ തെളിയിച്ചു. അയാൾ അന്തസ്സോടുകൂടി എന്ത് ചെയ്യുന്നു, പുറത്ത് നിന്ന് സംസാരിക്കുന്നു. ഇനി അയാൾ എന്ത് ചെയ്യും, ഈ ദേഹത്തിന് ഇനി അടുത്തൊരു കോടതി അയാളെ ഇനി കുറ്റക്കാരനാക്കുന്നവരെ അയാൾ നിരപരാധിയാണ്. ഹൈക്കോടതി ചെന്നാലും ഇനി അവര് ഹൈക്കോടതിയിലേക്ക് ചെന്നാലും ഇത് തള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ? അസാധാരണ സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാവൂ. കാര്യം
ഇത്രയും വലിയൊരു ട്രയൽ നടത്തി ഒരിക്കലും ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഇനിയൊരു ട്രയൽ ഉണ്ടാവില്ല. ഇനി ഉണ്ടാകുന്നത് എന്താണ്? ഇതിൻ്റെ റിവ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് കൃത്യമായിട്ട് ഈ വിധി കൃത്യമായിട്ടാണോ നടന്നിട്ടുള്ളത്, കൃത്യമായിട്ടാണോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള റിവ്യൂ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും തന്നെയും ട്രയൽ നടത്താനുള്ള ഒരു സംവിധാനം അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ കേസുകളും അങ്ങനെ ആവുമല്ലോ. ഇത് അങ്ങനെ പിന്നെ ചിലപ്പോൾ എന്താണ്, ചില അസാമാന്യ ഇപ്പം ഇടുക്കി ജില്ലയിലെ ഒരു പോക്സോ കേസിൽ ഇടുക്കിയിൽ എന്ത് ചെയ്തു, വണ്ടിപ്പെരിയാർ കോടതി പ്രതിയെ വെറുതെ വിട്ടു. പക്ഷെ അപ്പോൾ തന്നെ ഹൈക്കോടതി എന്ത് ചെയ്തു, അല്ല ഹാജരായിക്കൊണ്ട്. അത് അസാധാരണ സംവിധാനങ്ങളിൽ. ഈ കേസിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. കാര്യം എന്താണ്, ഇതിൽ കുറ്റക്കാരെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു അസാധാരണത്വം ഉണ്ടാവുന്നില്ല. പിന്നെ കോടതി തന്നെ പറയുന്നുണ്ട് എന്താണ്, ദിലീപിനെതിരെ എന്തില്ല, പ്രോസിക്യൂഷന് തെളിവുകളൊന്നും എന്തില്ല, വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ പൾസർ സുനി മാത്രമല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരായിരിക്കും എന്നുള്ളതാണ് വക്കീലിനെ. അല്ല, അതിന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് തെളിയിക്കേണ്ടത്. അതായത് അതിജീവിത വിശ്വസിച്ച പോലീസ് സംവിധാനത്തോടാണ് അതിജീവിത എന്ത് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യപ്പെടണം, കേസ് അന്വേഷിക്കട്ടെ, പുതിയ തെളിവുകൾ. ഇനി കേസ് അന്വേഷിക്കണമെങ്കിൽ പോലും പരിമിതികളുണ്ട്. ഇനി കേസ് വീണ്ടും അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പുതിയൊരു സർക്കംസ്റ്റാൻസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവണം. അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, റീഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കും. അതിനൊന്നും ഉള്ള സാധ്യതകൾ വളരെ എന്താണ്, കുറവാണ്. കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതൊരിക്കലും ഒരു രഹസ്യമായി നടന്ന കേസല്ല. മാധ്യമങ്ങൾ ഓരോ ദിവസവും ചർച്ച ചെയ്ത്, ഓരോ തെളിവെടുപ്പ് ദിവസവും ദിലീപ് വരുമ്പോൾ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം അവിടെ നിന്ന് എല്ലായിടത്തും, അതായത് ഈ കേസുമായിട്ട് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു പല ചാനലുകളുടെയും റിപ്പോർട്ടർമാർ എവിടൊക്കെ ഈ കേസിൽ ബന്ധമുണ്ടോ അവരെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുത്തി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഒരു കാലഘട്ടത്തിൽ ആരും പറഞ്ഞിട്ടില്ല എന്തില്ല എനിക്ക് അത് കുറയാൻ കൊടുക്കാൻ പറ്റിയില്ല, അല്ല ഈ തെളിവ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ആരും പറഞ്ഞിട്ടില്ല. സിമ്പിൾ. ഇത് എല്ലാ തെളിവുകളും എല്ലാവരും കൊടുത്തു, എല്ലാവരും പറയാനുള്ള കാര്യം പറഞ്ഞു. പക്ഷേ എന്തായിട്ടുണ്ട്, കോടതിക്ക് തെളിവുകൾ വസ്തുതാപരമായിട്ട് മാത്രമേ വിധി പ്രഖ്യാപനം പറ്റൂ. കോടതി അത് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണ്, എല്ലാവരും കൂടെ എന്ത് ചെയ്യണം, ദിലീപിനെ ഈ ഒരു നിരപരാധിത്വം തെളിയിക്കുന്ന കാലം വരെ എന്ത് ചെയ്യണം, അല്ലെ അയാൾ ഒരു അപരാധിയാണെന്ന് ഏതെങ്കിലും ഒരു കോടതി വിധിക്കുന്ന വരെയെങ്കിലും അയാളെ എന്ത് ചെയ്യണം, അയാളെ വെറുതെ വിടണം. അല്ലാതെ വീണ്ടും ഇനി എന്ത് ചെയ്യരുത്, ഇനി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് നമ്മുടെ രാജ്യത്തെ എന്താണ് എല്ലാവരും പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസാനത്തെ അത്താണിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യറി ഒന്നും കൊണ്ടുപോയി സംശയം വന്നതിൽ എന്ത് ചെയ്യരുത്. ഇവിടെ എന്തെങ്കിലും അട്ടിമറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നടന്നിട്ടുള്ളത്, കേസ് അന്വേഷണ സമയത്ത് അല്ലെങ്കിൽ അവരുടെ പ്രോസിക്യൂഷൻ്റെ സ്ഥലത്താണ് അട്ടിമറി നടന്നിട്ടുള്ളത്. അതിന് കോടതിയെ പഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോഴും അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അവിടെയാണ് തിരുത്തലുകളും, അവിടെയാണ് പുനർചിന്തനങ്ങളും, അവിടെയാണ് പരിശോധനകളും ആവശ്യം. ഇതിനകത്ത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇതിപ്പം അതിജീവിതയുടെ ഒരു നിയമഭാഗം കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിന് അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടൊരു വിധി വരാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഇവിടെ തെളിവില്ല സാർ. ഇവിടെ ആരെങ്കിലും അവരുടെ മേളിൽ കൊണ്ട് കെട്ടിവെച്ചവരല്ലല്ലോ ഇവരൊക്കെ. ഇത്രമാത്രം അവരുടെ സുഹൃത്തുക്കളും അവരുടെ എല്ലാ മേഖലകളിലുള്ള കണക്ഷൻസും വെച്ചായിരിക്കുമല്ലോ ഇവരെയൊക്കെ വിശ്വസിച്ചതും അല്ലെങ്കിൽ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയതും. അതായത് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പ്രൊസീഡിങ്സ് ഞാൻ പറയാം. ആദ്യം തന്നെ ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. അതായത് എൻ്റെ കേസിൻ്റെ വിചാരണ ഇത്രാം തീയതി തുടങ്ങുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം, ഈ കേസിൽ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ആവശ്യമുണ്ട് എന്ന് ജില്ലാ കളക്ടർക്ക് നമ്മൾ കൊടുക്കണം. ജില്ലാ കളക്ടർ എന്ത് ചെയ്യപ്പെടും, ഇത് സ്ഥലം SP-ക്ക് കൊടുക്കും. സ്ഥലം SP അത് ഒരു DYSP-യെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഈ കാര്യങ്ങളുടെ ബോധ്യപ്പെടുത്തിയുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൊടുക്കും. ജില്ലാ കളക്ടർ നേരെ ഇത് എന്ത് ചെയ്യും, ഹോം സെക്രട്ടറിക്ക് വേണ്ടി അയക്കും. ഹോം സെക്രട്ടറി ഇത് ചീഫ് സെക്രട്ടറിയുടെ അടുക്കേറ്റ് സെക്രട്ടേറിയറ്റിലെ ഹോം മിനിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ അനുവദിക്കണോ. അപ്പോൾ അതിനു മുമ്പ് ഒരു പ്രൊസീഡിങ്സ് ഉണ്ട്. ഈ അപേക്ഷയും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടും എന്ത് ചെയ്യപ്പെടും, അഡ്വക്കേറ്റ് ജനറലിന് എന്ത് ചെയ്യും, ഹൈക്കോടതിയിലേക്ക് അയക്കും. അതിനുശേഷം ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുള്ള വക്കീൽ ഇതിന് എഫക്റ്റീവാണ്, അല്ലെങ്കിൽ അവരെന്താണ് ഇത്ര കോർട്ട് പ്രാക്ടീസ് ഉള്ള ആളാണ്, അവർ ഈ കാര്യങ്ങളിലെല്ലാം യോഗ്യതയുള്ള ആളാണ് എന്ന് അവരുടെ കൂടി സമ്മതത്തോടു കൂടിയുള്ള അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത്. അതല്ലാതെ ഒരു ദിവസം കോടതി നീ പബ്ലിക് പ്രോസിക്യൂട്ടറെ എന്ത് ചെയ്തോ വെച്ചോ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതല്ല. ഇതെല്ലാം എല്ലാ പ്രൊസീഡിങ്സും കഴിഞ്ഞ് ഇതെല്ലാം കൃത്യമായി ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ അവസാനം വിധി എതിരായി വരുമ്പം നമ്മളെന്താണ് അങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലല്ലോ. ഇപ്പോൾ ആരൊക്കെയോ പറയുന്നത് എന്താണ്,
വേറെ അഡ്വക്കേറ്റിനെ വെച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ വന്നേനെ. എന്തായിരുന്നു വെക്കാൻ, ആരെങ്കിലും പറഞ്ഞോ വെക്കാൻ? ആരെങ്കിലും പറഞ്ഞോ? ഇപ്പോൾ ദിലീപ് വന്ന് പറഞ്ഞോ എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വന്ന് എവിടെയെങ്കിലും വന്നോ ഇരുന്നോ? ഇല്ല. ദിലീപ് ഫാൻസ് എവിടെയെങ്കിലും അതിൻ്റെ പേരിൽ സമരം നടത്തിയോ? ഇല്ല. ദിലീപ് ഫാൻസ് ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാമായിരുന്നു, അവർ ചെയ്തില്ല. ഇപ്പോൾ ആരും നീ പറഞ്ഞിട്ട് കാര്യം എന്താണ്? പിന്നെ വക്കീലിനെ വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല. വസ്തുതയാവാതിരിക്കത്തോ അല്ലെങ്കിൽ അല്ലാതിരിക്കത്തോ ഇല്ല. വസ്തുതകൾ വസ്തുതയായിട്ട് തന്നെ നിലനിൽക്കും. സത്യം സത്യമായിട്ട് തുടരും. എന്താണ്, നീതിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. കോടതിയെ സംബന്ധിച്ചിടത്തോളം പുറത്തിടുന്ന ആൾക്കാർ കമൻറ്റ് ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ കമൻറ്റിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ എന്തില്ല, ശരിയല്ല. പലരും ഇപ്പോൾ കോടതിയെ വിമർശിക്കുന്നതിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതൊന്നും എന്തല്ല. എനിക്ക് നിങ്ങളുടെ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമുക്ക് എന്ത് ചെയ്യാം, ജഡ്ജിമെൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ജഡ്ജിമെൻറ്റിനെ നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട്. പക്ഷേ ജഡ്ജിമെൻറ്റിന് എഴുതിയിട്ടുള്ള ജഡ്ജിനെയോ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ പീഠത്തെയോ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല. അത് ക്രിമിനൽ ഒഫൻസാണ്. അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ അവർക്കെതിരെ എന്ത് ചെയ്യപ്പെടാം, കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സത്യത്തിന്റെ വിധി തന്നെയാണ്. തീർച്ചയായിട്ടും 100% സത്യത്തിൻ്റെ വിധിയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിധിയാണ്. അതായത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെ പറയുന്നത് എന്താണ്, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യപ്പെടരുത്, ശിക്ഷിക്കപ്പെടരുത്. ഇത് കൃത്യമായിട്ടാണ് വിധിന്യായം വന്നിട്ടുള്ളത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു, നിരപരാധി രക്ഷപ്പെട്ടു.